നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന ശരണ്യെ സമാധാനിപ്പിക്കുകയാണ്. അതെ, ഞാൻ 2 ദിവസം വന്നില്ലെന്നോർത്ത് വിളിച്ചില്ലെന്നോർത്ത് ഞാൻ നിന്നെ മറന്നു പോന്ന് നീ കരുതിയോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞു, എനിക്കറിയില്ല ചേച്ചി ഫോൺ വിളിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഫോൺ വരെ ഈ വീട്ടിലുള്ളവർ വാങ്ങി വെച്ചെന്ന് പറഞ്ഞു. സാരമില്ല, പോട്ടെ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, പക്ഷെ ഓരോരുത്തരൊക്കെ വന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്നോട് ആ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തേലും കടുങ്കൈ ചെയ്താലോ എന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. ജീവിക്കാൻ പോലും തോന്നിയില്ല. അലിയൻ ചേച്ചി എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് മനസ്സിന് ഒരു സന്തോഷ സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ മുമ്പേ തന്നല്ലോ. രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ പല വനിതാ സംഘടനകളുടെ ആൾക്കാരൊക്കെ വരുന്നത് അവർക്ക് ഗുണകരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവരിങ്ങനെ പലതും പറഞ്ഞ് നമ്മളെ പ്രലോഭിച്ചു നിൽക്കും. അതൊക്കെ കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അവർ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കയ്യിലെടുത്തിരിക്കുകയാണ്. മിന്നുന്നതെല്ലാം പൊന്നില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടെല്ലാം തോന്നേ. അവർ വിചാരിക്കുന്നേ ഈ പറയുന്ന അവരൊക്കെ വാഗ്ദാനം കൊടുത്ത് കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന അതൊക്കെ വെറുതെയാ. അവർക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം, അവർക്ക് കുറച്ച് വോട്ട് കിട്ടണം, അതിനൊക്കെ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ പ്രവൃത്തികൾ കാണിച്ചു കൂട്ടുന്നേ. അതിലൊന്നും നമ്മൾ പോയി വീടില്ല. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ, എപ്പോഴും നമുക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നമ്മൾ തളരാൻ പാടില്ല. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എന്നറിയാവോ? അലീന ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം വീണ്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പഠിക്കണം, ഡോക്ടറാണെന്നൊക്കെയായിരുന്നു. അതിനിപ്പോൾ എന്താ? ഇപ്പം എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? അലീന ചേച്ചി എനിക്കറിയില്ല, ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പഠിക്കാൻ പറ്റും, നിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തോ പഠിക്കാൻ പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കിട്ടും. ഇനി നിനക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാം. അപ്പോൾ ഈ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നിനക്കൊന്നും മാറി നിൽക്കാനും പറ്റുമല്ലോ. നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് നല്ല ഉയരങ്ങളിൽ എത്താൻ തന്നെ സാധിക്കും. നിൻ്റെ അലീന ചേച്ചിയല്ലേ പറയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കര കയറാൻ പറ്റുമെന്ന്. പക്ഷേ ചേച്ചി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ വീട്ടിലുള്ള ആരും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഞാനുണ്ട്, എന്തിനു വേദന ഞാനുണ്ട് നിന്നോടൊപ്പം, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമാധാനിപ്പിച്ച്, അതെ ഞാൻ ഇടയ്ക്ക് വരാട്ടോ, പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ആഹാരം കഴിച്ചില്ല, ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ ലത ആഹാരമായിട്ട് വന്നു. അങ്ങനെ അലീന കഴിക്കാൻ പറഞ്ഞപ്പോൾ ശരണ്യെ കഴിക്കാതിരുന്നു. അതെ ഞാൻ വാരത്തന്നാൽ കഴിക്കില്ലേന്ന് ചോദിച്ചു. അലീന അങ്ങനെ വാരി കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ലതയ്ക്ക് മനസ്സിലായി, എത്രയാന്ന് പറഞ്ഞാലും അലീന വന്നു കഴിഞ്ഞാലാണ് ഇവളുടെ മുഖത്തൊരു പ്രസന്നത, ഒരു സന്തോഷമൊക്കെ കാണത്തുള്ളൂ. 2 ദിവസമായിട്ട് ആഹാരം പോലും കഴിക്കാതെ നിരാഹാരത്തിലായിരുന്നു. പക്ഷെ എത്ര പെട്ടെന്നാ, അതും ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ് അലീന അവളെ വീണ്ടും മാറ്റിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. ഒടുവിൽ അലീന പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രഭാകരനെ ലതയെ മാറ്റി നിർത്തി ഉപദേശിക്കുന്നുണ്ട്. അതെ, അവൾ ജീവിതത്തിലേക്ക് വീണ്ടും പിച്ച വെച്ച് വരുന്നുള്ളൂ. ആ സമയത്ത് അവളുടെ മനസ്സിലെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളായിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രതിഫലം കിട്ടാൻ പോകുന്നത്. അവൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കരയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവളെ അവളുടെ സന്തോഷത്തിന് വിട്ടുകൊടുത്തേക്കുക. അല്ലാതെ നിങ്ങൾ ഓരോ കാര്യത്തിനും വാശി പിടിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അവളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യണ്ടേ. അവൾക്ക് ഇനിയും സമയമുണ്ട്, അവൾ പഠിക്കട്ടെ, അവൾ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കട്ടെ. വെറുതെ എന്തിനാ അവളെ ഈ വീട്ടിൽ തളച്ചിടതേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ സാധാരണ ഒരു പെൺകുട്ടിയാണ്. അതിന് വേണ്ടുന്ന ആത്മവിശ്വാസം ആദ്യം കൊടുക്കേണ്ട വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊടുക്കുന്ന സപ്പോർട്ടും കരുതലും ഒന്നും വേറെ ആരും കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നെക്കാളും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളാണ് അവളോടൊപ്പം നിൽക്കേണ്ടത്. അതിന് പകരം അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പോൾ അത് പറഞ്ഞു, ഒക്കെ മനസ്സിലായി. പക്ഷെ ഓരോരുത്തരൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പം അവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതല്ല. അറിയാലോ, നിങ്ങളുടെ മോളുടെ ഭാവി മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, മറ്റുള്ളവരെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാനേ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അലീന മനുശങ്കരൻ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഓട്ടോക്കാരൻ ഷാജി അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെ മനുശങ്കരനെ നോക്കിയിട്ട് അലീനയെ നോക്കണം. ഷാജിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ഓട്ടോറിക്ഷ കയറി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ, പക്ഷെ അലീന ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി ഇപ്പോൾ ഇവൻ്റെ ഓട്ടോ കയറി എന്തിനാ വന്നതെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ.
ആ സമയത്ത് അലീന പറഞ്ഞു, അതെ ഇതാണ് ഓട്ടോക്കാരൻ ഷായിച്ചേട്ടൻ എന്ന് പറഞ്ഞു. അയ്യോ ഒരു കാര്യം മറന്നു, ആ ഷായിച്ചേട്ടൻ്റെ വീട്ടിലും കൂടെ കയറിയിട്ട് വേണം ഇന്ന് പോവാനായിട്ട്. അതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തലവഴി മണ്ണെണ്ണ കോരി ഒഴിച്ച സമയത്ത് ഷായിച്ചേട്ടൻ പെങ്ങളുടെ ഡ്രസ്സൊക്കെ എനിക്ക് ഇടാൻ തന്നേന്ന് പറഞ്ഞു. ഈ സമയം ഷാജി വന്നിട്ട് ചോദിച്ചു, ഓ പോകുവാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ ശരണ്യെ കണ്ടെന്ന് പറഞ്ഞു. കടമ തീർക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതെന്താ ഷായിച്ചേട്ടാ അങ്ങനെ പറയണേ? അല്ല ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ, പിന്നെ ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ, അതോർത്തിട്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. അങ്ങനല്ല ഷായിച്ചേട്ടാ, ഞാൻ ഇതിനു മുമ്പ് വന്നു കഴിഞ്ഞപ്പം ഈ വീട്ടിലുള്ളവരെന്നെ അകത്തേക്ക് ഏറ്റവും കൂട്ടാക്കില്ല, ശരണ്യെ കാണിച്ചത് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ തിരികെ പോയത്. എനിക്ക് ശരണ്യെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുറച്ച് തിരക്കുകൾക്കിടയിൽ പെട്ടുപോയി. അത് ഷായിച്ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ എനിക്കൊന്നും മനസ്സിലാവില്ലോ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അങ്ങനെയല്ല. ആ സമയത്ത് ഷാജി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ആളെ ഇറക്കിയെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാണും, ഇനിയിപ്പോൾ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടല്ലേ? അതല്ല ഷായിച്ചേട്ടാ, രോഹിത് പുറത്തിറങ്ങിയെങ്കിലും രോഹിത്തിൻ്റെ മാനസികാവസ്ഥ വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാരണം ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് അവനെതിരായിട്ട് സാധിച്ചിട്ടില്ല. അവന് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് വീണ്ടും പിച്ച് വെച്ച് വരുന്നുള്ളൂ. ആ ജയിൽവാസം അവനെ തളർത്തിക്കളഞ്ഞു. അതോടൊപ്പം തന്നെ അവൻ നിരപരാധിയാണ്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ സംഘത്തിൽ പെട്ടുപോയെന്ന് ഓർത്തുകൊണ്ട് അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഷായിച്ചേന് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അവൻ നിരപരാധിയാണ്. പിന്നെ അവന് വേണ്ടിയിട്ട് ഞാൻ ശരണ്യോട് റെക്കമെൻഡ് പോലും ചെയ്തിട്ടില്ല. നിരപരാധിയാണെങ്കിൽ അവൻ രക്ഷപ്പെടണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ശരണ്യോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ശരി, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ശരണ്യയുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം, അത് മാത്രം എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. മണിശങ്കർ ഷാജിനെ ഇങ്ങനെ നോക്കുവാണ്. ഷാജിക്കാണെങ്കിൽ മനുവിൻ്റെ ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. ഇവൻ എന്തിനാ ഇവളുടെയോടൊപ്പം നിൽക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. പിന്നീട് അലീന പറഞ്ഞു, അതെ ഇനിയിപ്പോൾ ഇത്ര സമയമായില്ലേ, അമ്മയും ചേച്ചിയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷാജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വന്നിട്ട് പോകാൻ പറഞ്ഞു. അല്ല ഇത്ര സമയമായില്ലേ, ഇത് ഞാൻ പിന്നീട് വരാം. ഇനിയിപ്പോൾ ശരണ്യയുടെ അടുത്ത് ഇടയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, മനുശങ്കർ അലീനയും കൂടെ പോയി കാറിലേക്ക് കയറുവാണ്. ഓട്ടോക്കാർ ഷാജി ഇങ്ങനെ നോക്കി, കാരണം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അലീനയെ. നല്ല പെൺകുട്ടി, നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവനേതാ എന്നൊരു ചിന്തയായിരുന്നു. തൻ്റെ കഞ്ഞിക്കകത്ത് മണ്ണ് വാരിയിടാൻ വന്നവനാണോ എന്നൊരു ചിന്തയൊക്കെ ഷാജിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അലീനെ മനുവും കൂടെ അങ്ങോട്ട് തിരികെ പോണ സമയത്ത് മനു ചോദിച്ചു, അല്ല ഈ ഓട്ടോക്കാരൻ ഷാജിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുന്നില്ലെന്ന് ചോദിച്ചു. അതെന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞേ? അയാളുടെ സംസാരമൊന്നും എനിക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല എന്ന് പറഞ്ഞു. ഓ അതാണോ കാര്യം? ഷായിച്ചേട്ടൻ അങ്ങനെയാന്ന് പറഞ്ഞു. അത് പാവം ആള്. ഞാൻ സ്റ്റാൻഡിൽ പോയി ഓട്ടം വിളിച്ചുള്ള പരിചയമാണ്. ഓർഫനേജിലേക്ക് സാധനം വാങ്ങിക്കാൻ പോയിട്ട് തിരികെ പോകുന്ന സമയത്ത് ഷായിച്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ വിളിച്ചോണ്ടാ പോകുന്നത്. എല്ലാവരും വാങ്ങിക്കുന്നേക്കാളും കുറച്ച് പൈസ കുറവ് വാങ്ങിക്കത്തുള്ളൂ. ഷായിച്ചേട്ടൻ എന്നെ അറിയാം. അതുപോലെ തന്നെ ഷായിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന അമ്മയും ചേച്ചിയൊക്കെ ഞാൻ പരിചയപ്പെട്ട, അവരൊക്കെ നല്ല ആൾക്കാരാന്ന് പറഞ്ഞു. നിനക്ക് പിന്നെ ആരാ നല്ലതല്ലാത്ത? എല്ലാവരും നല്ലതല്ലേന്ന് ചോദിച്ചു. അല്ല തിരക്കുണ്ടോ നിനക്ക്? അതെന്താ മുന്നോട്ട് അങ്ങനെ ചോദിച്ചാൽ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, കാറിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കുവാണ്. ഈ സമയം അലീന പറഞ്ഞു, അല്ല എന്താ മനുവേട്ടന് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അത് പിന്നെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, മുമ്പത്തെ പോലെ ഒന്നുമല്ല, നിന്നെ കണ്ടതിന് ശേഷം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളേന്ന് പറഞ്ഞു. എന്നെ കണ്ടതിന് ശേഷം? അതെന്താ? എന്താണെന്നറിയില്ല, വീണ്ടും വീണ്ടും കാണാൻ തോന്നും, അതൊക്കെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു. അലീനയ്ക്കറിയാം മനുഷ്യ അങ്ങനെ തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അലീന പറഞ്ഞതേ എപ്പോഴും കാണാൻ തോന്നുന്ന ഒന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് അടുപ്പാട്ട് വീട്ടിലേക്ക് ഓടി വരുന്നേ, നിന്നെ കാണണം തോന്നുമ്പോൾ സംസാരിക്കണം എന്ന് തോന്നി കഴിയുമ്പോഴൊക്കെ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, ഞാൻ ആരാ, മനുവേട്ടൻ ആരാ, അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയുന്നല്ലേ നല്ലതെന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോൾ അതിനും മനുശങ്കർ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അതൊക്കെ നിൻ്റെ മനസ്സിലിരിപ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അലീനയോടൊന്ന് ദേഷ്യപ്പെടുവാണ്. അലീനയ്ക്ക് സങ്കടമായി. അലീന പറഞ്ഞു, അതല്ല മനുവേട്ടാ, ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അലീനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. താൻ മനുവേട്ടനെ വേദനിപ്പിച്ചോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ തിരികെ അവർ പോരുന്ന സമയത്ത് മനുശങ്കർ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. ഒടുവിൽ അലീന മനുശങ്കരോട് പറഞ്ഞു, സോറി കേട്ടോ മനുവേട്ട, മനുവേട്ടൻ്റെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ സോറി. പിന്നെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്നെക്കുറിച്ച് മനുവേട്ടനെല്ലാം അറിയാവുന്നല്ലേന്ന് ചോദിച്ചു. എനിക്കെല്ലാം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭവിത കോളേജ് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭവിതയുടെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്.
തിരക്കഴിഞ്ഞപ്പോൾ ഭവിത നല്ല ഫീഡ്ബാക്ക് തന്നെ കൊടുത്തേ. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പിന്നെ എല്ലാവരും അതങ്ങ് മറന്നുപോയതുപോലെ എന്നോട് പെരുമാറിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ആദ്യത്തെ ആ കുറച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലമോ കാണുള്ളൂ, അത് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളുമെന്ന്. ഇനി അതൊക്കെ മുന്നോട്ട് പോയിക്കോളും. നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. ഇത്രയും ദിവസം ക്ലാസ്സിൽ പോകാതിരുന്നതിൻ്റെ പോർഷനൊക്കെ കവർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അലീന ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല ഈ പറഞ്ഞൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.